ഓപ്പറേഷൻ മഹാദേവിന്റെ ഓരോ ഘട്ടത്തെക്കുറിച്ചും കേന്ദ്ര ആഭ്യന്തരമന്ത്രി വീഡിയോ കോൾ അടക്കം നടത്തി അന്വേഷിച്ചതായി റിപ്പോർട്ട്. കൊല്ലപ്പെട്ട ഭീകരർ പഹൽഗാമിൽ ആക്രമണം നടത്തിയവരാണെന്ന് സ്ഥിരീകരിക്കുന്നതിനുള്ള പരിശോധനകളുടെ വിവരങ്ങൾ അമിത്ഷാ ഉറക്കമൊഴിഞ്ഞു തേടിയെന്നും ദേശീയ മാധ്യമങ്ങൾ. ഓപ്പറേഷൻ സിന്ദൂറിൽ പാർലമെന്റിൽ ചർച്ച ആരംഭിക്കുന്നതിന് മുൻപ് ഓപ്പറേഷൻ മഹാദേവിന്റെ വിവരങ്ങൾ പുറത്തുവന്നതിൽ പ്രതിപക്ഷം സംശയം പ്രകടിപ്പിച്ചതിന് പിന്നാലെയാണ് റിപ്പോർട്ടുകൾ വന്നത്. പഹൽഗാം ഭീകരാക്രമണത്തിന് തിരിച്ചടി എന്നോണം ഇന്ത്യ നടത്തിയ പ്രത്യാക്രമണമായ ഓപ്പറേഷൻ സിന്ദൂറിനെ കുറിച്ച് പ്രതിപക്ഷം നിരവധി സംശയങ്ങളാണ് പ്രകടിപ്പിച്ചത്. പാർലമെന്റ് സമ്മേളനം ആരംഭിച്ചതു മുതൽ ഈ വിഷയത്തിൽ പ്രതിപക്ഷം ബഹളം വയ്ക്കുകയും സഭയുടെ നടത്തിപ്പ് തടസ്സപ്പെടുത്തുകയും ചെയ്തിരുന്നു. ഇതോടെയാണ് വിഷയത്തിൽ തിങ്കളാഴ്ച മുതൽ പാർലമെന്റിൽ വിശദമായ ചർച്ചയ്ക്ക് കേന്ദ്ര സർക്കാർ തയ്യാറായത്. 12 മണിക്ക് ആരംഭിക്കുമെന്ന് നിശ്ചയിച്ച ചർച്ച വൈകി 2 മണിക്കാണ് ആരംഭിച്ചത്. ചർച്ച ലോക്സഭയിൽ ആരംഭിക്കുന്നതിന് 1.5 മണിക്കൂർ മുൻപാണ് ഓപ്പറേഷൻ മഹാദേവിന്റെ പ്രാഥമിക വിവരങ്ങൾ സൈന്യം പുറത്തുവിട്ടത്. ആദ്യം 3 ഭീകരരെ വധിച്ചെന്നും പിന്നീട് ഇവർ പഹൽഗാമിൽ നേരിട്ട് ആക്രമണം നടത്തിയവരാണെന്ന വിവരങ്ങൾ വന്നു. ഏറെ വൈകിയാണ് ഓപ്പറേഷൻ മഹാദേവ് എന്ന പേരിൽ ആസൂത്രിതമായാണ് ഭീകരരെ വധിച്ചെന്ന റിപ്പോർട്ട് വന്നത്. പ്രതിപക്ഷം സംശയത്തോടെയാണ് ഓപ്പറേഷൻ മഹാദേവിനെ നോക്കിക്കണ്ടത്. ചർച്ചയിൽ സർക്കാർ പ്രതിരോധത്തിലായേക്കുമെന്ന അവസ്ഥയിലാണ് കച്ചിത്തുരുമ്പെന്ന പോലെ ഭീകരരെ വധിച്ച വാർത്ത പുറത്തുവന്നത്. ഇതോടെയാണ് ഓപ്പറേഷൻ മഹാദേവിന്റെ പിന്നാമ്പുറ കഥകൾ ഓരോന്നായി പുറത്തുവന്നത്. കനത്ത മഴയിൽ ഭീകരർ രക്ഷപ്പെടാൻ തയ്യാറാക്കിയ തുരങ്കത്തിൽ വെള്ളം നിറഞ്ഞെന്നും ഇതേ തുടർന്ന് ഭീകരർ ശ്രീനഗറിലെ ലിഡ്വാസിൽ കുടുങ്ങുകയുമായിരുന്നു. ഇതേക്കുറിച്ച് വിവരം ലഭിച്ച സൈന്യം ഓപ്പറേഷൻ മഹാദേവിലൂടെ ഇവരെ പിടികൂടാൻ ശ്രമിക്കുകയും പിന്നീടുണ്ടായ ഏറ്റുമുട്ടലിൽ ഭീകരരെ വധിക്കുകയുമാണ് ഉണ്ടായതെന്നാണ് റിപ്പോർട്ടുകൾ. മാത്രമല്ല, കൊല്ലപ്പെട്ടത് പഹൽഗാമിൽ ആക്രമണം നടത്തിയവരാണെന്ന് സ്ഥിരീകരിക്കാൻ ചണ്ഡീഗഡിലെ ഫോറൻസിക് സയൻസ് ലബോറട്ടറിയിലെ 6 ശാസ്ത്രജ്ഞരെ കൊണ്ട് ഭീകരരിൽ നിന്ന് പിടിച്ചെടുത്ത തോക്കുകൾ പരിശോധിപ്പിച്ചെന്നും ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു. മാത്രമല്ല, പരിശോധനകളെക്കുറിച്ച് ആഭ്യന്തരമന്ത്രി അമിത്ഷാ തിങ്കളാഴ്ച പുലർച്ചെ വരെ ഉറക്കമൊഴിഞ്ഞ് റിപ്പോർട്ട് തേടിയെന്നും ശാസ്ത്രജ്ഞരോടടക്കം വീഡിയോ കോളിലൂടെ ബന്ധപ്പെട്ടെന്നും റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു. കൊല്ലപ്പെട്ടത് പഹൽഗാമിൽ ആക്രമണം നടത്തിയവരാണെന്ന് സ്ഥിരീകരിച്ച് പാർലമെന്റിൽ അവതരിപ്പിക്കാൻ വേണ്ടിയാണ് അമിത്ഷാ ഉറക്കമൊഴിഞ്ഞ് കാത്തിരുന്നതെന്നും ദേശീയ മാധ്യമങ്ങൾ നൽകിയ വാർത്തയിലുണ്ട്. ഏപ്രിൽ 22-നാണ് 26 വിനോദസഞ്ചാരികളെ ഭീകരർ പഹൽഗാമിൽ വെടിവെച്ച് കൊന്നത്. ആക്രമണം നടന്ന് 3 മാസത്തിന് ശേഷമാണ് ആക്രമണത്തിൽ നേരിട്ട് പങ്കെടുത്ത ഭീകരരെ വധിക്കാൻ സൈന്യത്തിന് സാധിച്ചത്. ആക്രമണത്തിൽ നേരിട്ട് പങ്കെടുത്തവരെ പിടികൂടാനാകാത്തതിൽ കേന്ദ്ര സർക്കാർ ഏറെ പഴികേട്ടിരുന്നു. നാഷണൽ ഡെസ്ക്, ന്യൂസ് മലയാളം.